കൂട്ടുകാരെ, നമുക്ക് ഓണത്തിൻ്റെ മുന്നോടിയായി ചെയ്യുന്ന പുളിയിഞ്ചിയും ഇഞ്ചിക്കറിയും ഉണ്ടാക്കിയാലോ? അതും വളരെ പെട്ടെന്ന് ഒരു 30 മിനിറ്റിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ഒരു 400 ഗ്രാം ഇഞ്ചി തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമെറുപ്പം ഇല്ലാതെ എടുത്തതാണ്. ഇത് നമുക്കൊരു നല്ലതുപോലെ ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമുക്ക് ആദ്യം അത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഒരു ഗ്രേറ്റർ എടുത്തിട്ട് ഇതിൻ്റെ വലിയ ഒരു ഹോളുള്ള ഭാഗത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഏകദേശം ഇതുപോലെ ഉണ്ടാവും. ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടാവും. നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ വെള്ളം കൈകൊണ്ട് നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞിട്ട് ആ ഇഞ്ചി മാത്രം മാറ്റി വെക്കണം. കാരണം ഈ ഇഞ്ചി വെള്ളത്തോടെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാനായിട്ട് പറ്റാതെ ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ആ ഇഞ്ചിയുടെ നീര് മാറ്റി വയ്ക്കുകയാണ്. നമുക്ക് ഇഞ്ചിയുടെ നീര് ഇഞ്ചിക്കറി വയ്ക്കാൻ ഉപയോഗിക്കാൻ നേരത്ത് ആവശ്യമുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് പുളിയിഞ്ചി ഇഞ്ചിക്കറിയും ഉണ്ടാക്കാൻ ആവശ്യമായ ഇഞ്ചി നമുക്ക് ആദ്യം ഒരു ഇരുമ്പ് ചട്ടിയിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ്. അതിലേക്ക് അല്പം നല്ലെണ്ണയാണ് ഞാൻ ചേർത്തേക്കുന്നത്. നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുക. അത് ഏകദേശം നമ്മൾ ഒന്ന് വറുത്തെടുക്കണം. ഒരു മീഡിയം തീയല്ല, ഇച്ചിരി കൂടെ തീ ആയാലും കുഴപ്പമില്ല. അതിലൊരു ഏകദേശം ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 10 മുതൽ 15 മിനിറ്റിനുള്ളിൽ അത് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കിലുകിലാന്നൊരു സൗണ്ട് അതിൽ കേൾക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. ഇഞ്ചി നമുക്ക് കാണുമ്പോൾ അറിയാം ഒട്ടിപ്പിടിക്കാതെ നല്ല ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. എണ്ണ ഇതിൽ നിന്ന് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ട് ഇഞ്ചി മാത്രം നമുക്ക് എടുക്കാം. ആ ഇഞ്ചി നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്കിട്ട് നമ്മളതൊന്ന് പൊടിച്ചെടുക്കുകയാണ്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് രണ്ടായിട്ട് പൊടിച്ചെടുക്കണം. ആദ്യം പകുതി ഭാഗം ക്രിസ്പി ആയിട്ടും പകുതി ഭാഗം കുറച്ച് എണ്ണ ചേർത്ത് നമ്മൾ ഈ എടുത്ത് വറുത്തെടുക്കാൻ മാറ്റി വെച്ച എണ്ണ ചേർത്തും രണ്ടായിട്ട് എടുക്കണം. നമുക്ക് ഒന്ന് ഇഞ്ചിക്കറിക്കും ഒന്ന് പുളിയിഞ്ചിക്കുമാണ് നമ്മൾ ആ ഒരു കൂട്ട് അരച്ചെടുത്ത് വെച്ചേക്കുന്നത്. ഈ ഓയിൽ നമ്മൾ നേരത്തെ ഇഞ്ചി വറുത്തെടുത്തതാണ്. ഇഞ്ചിയുടെ മണമെല്ലാം വന്നിട്ട് നല്ല ടേസ്റ്റാണ് ആ ഓയിൽ. ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ഇഞ്ചി ഇല്ലേ, അത് രണ്ടായിട്ട് ബാക്കി ഭാഗത്തേക്ക് അല്പം എണ്ണയും കൂടെ ചേർത്തിട്ട് ആ ഓയിൽ അതിനകത്ത് അരച്ചെടുത്ത് മാറ്റി വെച്ച പേസ്റ്റാണത്. ഇനി നമുക്കൊരു നാരങ്ങ വലുപ്പത്തിൽ നമ്മൾ പുളിയെടുത്ത് നന്നായിട്ട് പിഴിഞ്ഞ് കുറച്ച് തിക്കായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു മൺചട്ടിയിൽ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അല്പം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഒരു ഏകദേശം വെള്ളം കുറച്ച് വെക്കുന്നത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് തിക്കായിട്ട് കിട്ടും. അത് നന്നായിട്ടൊന്ന് വറ്റി വരാൻ സമയത്ത് ഒരു കുറുകി വരണം, അല്പം ഒന്ന് ചാറൊന്ന് കുറുകി വരുന്ന സമയത്തേക്ക് നമ്മൾ ശർക്കര പാവ് കാച്ചിയിട്ട് ഒരു വലിയ ഉണ്ട ശർക്കരയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതൊരു 1.5 കപ്പ് വെള്ളത്തിൽ പാവ് കാച്ചി വെച്ചതാണ്. അതൊരു 1.25 കപ്പ് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പുളിവെള്ളം എടുത്തേക്കുന്നത് 1 കപ്പാണ്, ശർക്കര പാവ് 1.25 കപ്പ്. അത് രണ്ടും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ തിളച്ച് നന്നായിട്ട് ഒന്ന് ബബിൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം വെള്ളത്തിൻ്റെ അംശം കുറവായതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. ഇതിപ്പോൾ ഏകദേശം കറക്റ്റ് പാകമാണ്. ഇനി ഇതിൽ കൂടുതൽ തിക്കായി പോകരുത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചേക്കുന്ന ആ പകുതി ഇഞ്ചിയുടെ ഭാഗം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. വെള്ളം കുറവാണ് എന്ന് തോന്നുന്നെങ്കിൽ ഒരു 1/4 കപ്പ് പുളിവെള്ളവും കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് അതൊന്ന് തിക്കായി വരുമ്പോഴത്തേനും നമ്മളൊന്ന് മാറ്റി വെക്കണം. ഇപ്പോൾ നമ്മൾ തൊടുകറി ആയതുകൊണ്ട് ഒരുപാട് വെള്ളമായി പോകേണ്ട, അത് ഇലയിൽ നിന്നും ഒഴുകിപ്പോവും. ഇത് പുളിയിഞ്ചിയാണല്ലോ, അപ്പോൾ ഒത്തിരി തിക്കായി പോകണ്ട, ഒരു മീഡിയം തിക്നെസ്സിൽ നമുക്ക് ഇറക്കി വയ്ക്കാം. ഇനി നമുക്കത് കടുക് താളിച്ചെടുക്കണം. ഞാൻ കടുക് താളിക്കാനായിട്ട് സാധാരണ എല്ലാവരും ചെറിയ ഉള്ളി എടുക്കാറുണ്ട്. ഞങ്ങളിവിടെ പൊതുവേ ഞങ്ങളുടെ അമ്മച്ചിയൊക്കെ വെച്ചിട്ട് എനിക്കറിയുന്നത് ചെറിയ ഉള്ളി എടുക്കാറില്ല, വെളുത്തുള്ളിയാണ് സാധാരണ എടുക്കുന്നത്. അത് പെട്ടെന്ന് കേടായി പോവില്ല, അതുതന്നെയാണ് അങ്ങനെ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ആ ഓയിലുണ്ടല്ലോ, ഇഞ്ചി വറുത്തിട്ട് നമ്മൾ മാറ്റി വെച്ചില്ലേ, അതിൻ്റെ കുറച്ച് ഓയിലെടുത്തിട്ട് നമുക്ക് അല്പം കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ വെളുത്തുള്ളി ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പച്ചമുളകും കൂടെ ഇട്ടിട്ട്, പച്ചമുളക് ഒരു 2-3 പച്ചമുളക് മതിയാവും. അതും കൂടെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേന് അതിലേക്ക് വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തൊരു ക്രിസ്പി ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതൊന്ന് നന്നായിട്ടൊന്ന് ഒരുപാട് കരിഞ്ഞു പോകരുത്, ഒരു ബ്രൗൺ കളറാവുന്ന പോലെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾ ആ ഇഞ്ചിക്കറിയിലേക്ക് പുളിയിഞ്ചിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടെ ഒരുമിച്ച് ഇളക്കി ഒരു ചട്ടിയിൽ മാറ്റി വയ്ക്കാം. മാക്സിമം നമ്മൾ
പുളിയുള്ള ആഹാരപദാർത്ഥങ്ങൾ ഉണ്ടാക്കുമ്പോൾ മൺചട്ടിയാണ് ഏറ്റവും നല്ലത്. ഞങ്ങളുടെ വീട്ടിൽ പൊതുവെ മൺചട്ടിയിലാണ് ഉണ്ടാക്കാറുള്ളത്. അതിനൊരു പ്രത്യേക രുചിയും മണവും ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്നില്ലേ, വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചിരുന്നില്ലേ, ആ ഒരു കൂട്ട് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഇഞ്ചിക്കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ഒരു നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളിയാണ്. ആ വാളംപുളി ഒരു കുറച്ച് കുതിരാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി മൺചട്ടിയിൽ തന്നെ നമ്മൾ ചെയ്യുകയാണ്. അതിലല്പം എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ എണ്ണ ഉണ്ടല്ലോ, ആ എണ്ണ മതി. അതിലേക്ക് ഒരല്പം കടുകിട്ടിട്ട് അതിലേക്ക് നമ്മൾ കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകും വെളുത്തുള്ളിയും അല്പം വറ്റൽമുളകും ഇട്ടിട്ടാണ് കടുക് വറുത്തെടുക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ ഉള്ളി ഇതിനും ഉപയോഗിക്കുന്നില്ല. ചെറിയ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കറികൾ പെട്ടെന്ന് കനച്ചു പോകുന്നെന്ന് എൻ്റെ അമ്മമ്മയൊക്കെ പറഞ്ഞിട്ട് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ഉപയോഗിക്കാറില്ല. ഇതിന് ഞാൻ വെളുത്തുള്ളി തന്നെയാണ് ഉപയോഗിക്കുന്നത്. വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ കടുക് വറുത്തെടുക്കുകയാണ്. വറ്റൽമുളകും ഇട്ടെടുക്കുകയാണ്. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ നേരത്തെ ചെയ്തതിന് വേറെ രീതിയിലാണ് ചെയ്യുന്നത്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 സ്പൂണ് ഉലുവയും അതിലേക്ക് നമ്മൾ ഒരു വാളംപുളി പിഴിഞ്ഞൊഴിച്ച വെള്ളവും ഇഞ്ചിയുടെ നീരും 1 സ്പൂണ് ശർക്കര പാനിയും നമ്മൾ അരച്ച് മാറ്റി വെച്ച ഇഞ്ചി വെച്ച് അരച്ച് മാറ്റി വെച്ച ആ ഒരു മിക്സും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിലേക്ക് അല്പം വിനാഗിരിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്താൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ടാകും. അല്പം കൂടെ ചാറ് വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ പുളിവെള്ളം ചേർത്ത് അതൊന്ന് ലൂസാക്കിയാൽ മതി. നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കുന്നവർക്ക് 30 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് രണ്ടും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി അടുത്തൊരു ഓണം സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളിത് ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്നേഹം നിറഞ്ഞ നന്ദി. ടേക്ക് കെയർ. ബൈ.